പാർട്ട് 2 വീഡിയോയിലേക്ക് പോവണ്ടേ? നമ്മൾ ഇന്നലത്തെ ഇവിടെ വെച്ചാണ് പറഞ്ഞു നിർത്തിയത്. വന്നപ്പോൾ മുതൽ ആർക്കും റെസ്റ്റില്ല. എല്ലാവർക്കും വലിയൊരു ഉത്തരവാദിത്തം കിട്ടിയതുപോലെ. മഹാദേവനെ നോക്കി അടിപൊളിയായിട്ടില്ലേ? കുറച്ചുപേര് പൂക്കളം ഇടുമ്പോൾ കുറച്ചുപേര് പൂക്കൾ ഇറുക്കുന്ന തിരക്കിലാണ്. ഇവർ മാറി മാറി ഈ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. 9:45 ആയപ്പോഴത്തേനും എൻ്റെ ചെറിയ കുറച്ച് ചോട്ടൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ അവർ ചോദിച്ചായിരുന്നു പൂക്കൾ ഇറുക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് നിങ്ങൾ പൂക്കൾ ഇറുത്തും, പക്ഷേ അപ്പോഴും നമ്മുടെ വലിയ കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളൂടെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അത്തപ്പൂ സെറ്റ് ചെയ്യാം. നമ്മുടെ മർവയുടെ അത്തപ്പൂ ഡിസൈൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ അപ്രൂവ് ചെയ്തു. എന്നിട്ട് മർവയ്ക്ക് തന്നെ പോയി വരയ്ക്കാനുള്ള അവസരവും കൊടുത്തു. പേപ്പറിൽ ചെറുതായിട്ട് വരച്ച ഡിസൈൻ മണ്ണിൽ വലുതായി വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ചേട്ടന്മാരെല്ലാവരുടെ കളത്തിലിറങ്ങി. പിന്നീടാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സർക്കിളിൽ ഇത് ചെയ്യണമെന്നും പറഞ്ഞിട്ട് സഹായിച്ചത്. പിന്നെ അത്തപ്പൂ സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ ഹസ്ബൻഡിനോടാണ് ആ അഭിപ്രായം എല്ലാം ചോദിക്കുന്നത്. അഭിപ്രായം ചോദിച്ചുകൂടാണ് കുഞ്ഞുങ്ങൾ അതെല്ലാം ചെയ്തത്. വേണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവരെയും ഉൾപ്പെടുത്തി വളരെ വൃത്തിയായിട്ടാണ് അവർ ആ അത്തപ്പൂ കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ എനിക്ക് അവരോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. നല്ല ബഹുമാനം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് തോന്നിയിട്ടുണ്ട്. കാരണം അവരൊരു അലമ്പ് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. സാധാരണഗതിയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം ഉണ്ടാകും. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ച് നിന്ന് നല്ല ഭംഗിയായിട്ട് ആ അത്തപ്പൂ കംപ്ലീറ്റ് ചെയ്തു.